മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടാറോട്ട് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾ എന്തൊക്കെയാണോ ആഗ്രഹിച്ചിട്ടുള്ളത് അവയെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് ഈ പേഴ്സണെ കംപ്ലീറ്റ്ലി ഈ പേഴ്സന്റെ എനർജി മാത്രമായിട്ടാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ പേഴ്സന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മാറ്റം ഈ വ്യക്തിയുടെ ലൈഫിൽ വന്നിട്ടുണ്ടോ, ഈ പേഴ്സൺ എന്താണ് ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് ഈ റീഡിംഗ് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. അവസാനം കുറച്ച് ലവ് മെസ്സേജസും കൂടി എടുത്തിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇന്നത്തെ എനർജിയിലേക്ക്, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഓവറോൾ എനർജിയിലേക്ക് നമുക്ക് പോകാം. എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അത് എന്താണ് എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ടാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ചിലപ്പോൾ ഈ പേഴ്സണായിട്ട് നിങ്ങൾ വളരെയധികം സ്മൂത്ത് ഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കാം. ഇപ്പോൾ നിങ്ങൾ കോണ്ടാക്റ്റിൽ ഉണ്ടാകാം, പക്ഷെ നല്ല രീതിയിൽ കോണ്ടാക്റ്റിൽ പോകുന്നുണ്ടാകാം. ഇല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം, ഇല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയിരിക്കാം, നോ കോണ്ടാക്റ്റ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഏത് സിറ്റുവേഷനിലുള്ളവർക്കും ഈ ഒരു റീഡിങ് കാണാവുന്നതാണ്. അപ്പൊ നമുക്ക് ഓവറോൾ ഈ ഒരു എന്താ പറയാ ഈ ഒരു സെക്ഷൻ നമുക്ക് അവസാനം എടുക്കാം. കാരണം അത് ഈ പേഴ്സന്റെ അത് ഞാൻ ആ ഒരു സമയത്ത് പറയാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് റാൻഡം ആയിട്ട് കിട്ടിയിരിക്കുന്ന എനർജീസിലേക്കാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിനായി 4 കാർഡ്സ് ആണ് നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത് ഈ പേഴ്സന്റെ എനർജിയിൽ ഇവിടെ അധികമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്ത് നിൽക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആണ്. അതെ, ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ വർഷങ്ങളായിട്ടും മാസങ്ങളായിട്ടും അല്ലെങ്കിൽ കുറെ നാളത്തെ കഠിന പരിശ്രമമാകാം, കുറെ കാര്യങ്ങളിൽ ഈ പേഴ്സൺ എന്താ പറയാ നല്ല രീതിയിൽ തന്നെ അധ്വാനിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ഈ പേഴ്സണ് ലഭിച്ചിട്ടില്ലായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ കരിയർ പരമായിട്ടുള്ള ഉയർച്ച ഈ പേഴ്സൺ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ടും അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടുവാനും ഡെഡിക്കേഷൻ ചെയ്യുവാനും തുടങ്ങിയിട്ട് കുറെ കാലങ്ങളായിട്ടുണ്ടാകാം. പക്ഷെ എങ്കിൽ പോലും അതിലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു റിസൾട്ട് ഈ വ്യക്തിക്ക് ഇന്നേ വരെയും ലഭിച്ചിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന ആദ്യമേ ലഭിച്ചിരിക്കുന്ന എനർജി എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ഒരു സമാധാനം, സന്തോഷം, അഭിമാനം, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത, നിറവ്, ഐശ്വര്യം, ഇതാണ് നമുക്ക് ആദ്യമേ തന്നെ ലഭിച്ചിട്ടുള്ളത്. ഡോർ ടു വാല്യൂ ആണ്. അതായത് നമുക്ക് വില തരുന്ന, അതായത് ഈ പേഴ്സണ് വില തരുന്ന രീതിയിലേക്ക് ഈ പേഴ്സന്റെ ലൈഫ് പോകുന്നു, അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇമ്പോർട്ടൻസ് ലഭിക്കുന്ന രീതിയിലേക്ക് ഈ ഒരു ലൈഫ് പോകുന്നു. ഇത്രയും കാലം ഒരു വിലയില്ലാത്ത രീതിയിലും ഒരു തരത്തിലും രക്ഷപ്പെടാത്ത രീതിയിലും ഒറ്റപ്പെട്ടും പരാജയപ്പെട്ടും ഒക്കെയാണ് ഈ പേഴ്സൺ മുന്നോട്ട് പോയതെങ്കിൽ ഉറപ്പായിട്ടും ഈ പേഴ്സൺ ആ ഒരു സിറ്റുവേഷനിൽ നിന്നുമൊക്കെ പുറത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അത് ചിലപ്പോൾ മറ്റുള്ളവരുടെ സഹായം കൊണ്ടായിരിക്കാം, പുതിയ പദ്ധതികൾ ഈ പേഴ്സൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ പുതിയതായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്നും ഈ പേഴ്സണ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ലഭിച്ചതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ചിലപ്പോൾ നിങ്ങളുടെ വീട്ടുകാരുടെ മുന്നിൽ പോലും പലപ്പോഴും നിങ്ങളുടെ പല ചോദ്യങ്ങൾക്ക് മുന്നിൽ പോലും ഈ വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കാം. അപ്പോൾ അത് ഈ പേഴ്സണെ നല്ല രീതിയിൽ തന്നെ ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നെഗറ്റീവായിട്ട്. സോ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വ്യക്തി അത്രയും അധികം ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. ഈ ഹാർഡ് വർക്കിങ്ങിലൂടെ ഈ പേഴ്സണ് കൃത്യമായിട്ടുള്ള ഒരു ടെസ്റ്റ് മണി, അല്ലെങ്കിൽ ഒരു സാക്ഷ്യം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറയില്ല ഒരു എവിഡൻസ്, അല്ലെങ്കിൽ ഒരു സന്തോഷ വാർത്ത, അല്ലെങ്കിൽ ഞാൻ ഇത്രയും നാള് കഷ്ടപ്പെട്ടതിന് എനിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഫലം ലഭിച്ചു എന്ന് പറയുന്ന തലത്തിലേക്ക് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതൊരു പക്ഷെ വിദേശത്ത് എന്തെങ്കിലും ഒരു ജോലി ശരിയായതായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് ബുദ്ധിമുട്ടിയിരുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ നിന്നെങ്കിലൊക്കെ സാമ്പത്തിക നേട്ടങ്ങള്, സഹായങ്ങള് ഒക്കെ ലഭിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജിയിലേക്ക് പോകുകയാണെങ്കിലും
മാൻ ഹോൾഡിങ് എ ഹാർട്ട് ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ സ്നേഹിക്കുന്നത് പുരുഷനെ ആണെങ്കിൽ അങ്ങനെ സങ്കല്പിക്കുക, സ്ത്രീനെ ആണെങ്കിൽ ആ രീതിയിൽ സങ്കല്പിച്ചാൽ മതി. ഇവിടെ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്നേഹിക്കാനുള്ള ആ ഒരു ഹൃദയം തുറന്നു വെച്ചിരിക്കുന്നത് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഒരിക്കലും ഒരു എന്താ പറയാ, ഒട്ടും തന്നെ ഈ പേഴ്സൺ ചില സമയത്ത് നിങ്ങളോട് ഇഷ്ടമുണ്ട്, ചില സമയത്ത് നിങ്ങളോട് താല്പര്യമില്ല, അല്ലെങ്കിൽ നിങ്ങളായിട്ട് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി, ഒരു നിലനിൽപ്പ് ഈ പേഴ്സൺ ഉണ്ടാക്കിയെടുക്കുന്നില്ല. പലതരത്തിലും ഈ പേഴ്സൺ മാറി നിൽക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ചില സമയത്ത് ഈ പേഴ്സൺ നിങ്ങളോട് പോലും പറയും, എന്നോട് സംസാരിക്കരുത്, നമുക്ക് കുറച്ച് നാളത്തേക്കൊന്ന് മാറി നിൽക്കാം, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്ക് ഇടാം, പോസ് ചെയ്യാം, ഇങ്ങനെയൊക്കെ ഈ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാകാം. ഇതൊരിക്കലും സ്വന്തം മനസ്സുകൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരമോ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം യാതൊരു കാരണവശാലും നിങ്ങളെ മാറ്റി നിർത്തുവാനോ അല്ലെങ്കിൽ നിങ്ങളോട് ഇഷ്ടക്കുറവ് കാണിക്കാനോ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ലെന്നേ. പക്ഷെ എന്തുകൊണ്ടാണ് ഈ പേഴ്സൺ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റാത്ത രീതിയിലുള്ള സിറ്റുവേഷൻസ് ആണ് ഈ പേഴ്സൺ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് പലതരത്തിലുള്ള കാരണങ്ങൾ കാണിക്കുന്നുണ്ട്. ഇപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ്, കടങ്ങള്, അല്ലെങ്കിൽ മറ്റുള്ളവരോട് എന്തൊക്കെയോ കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്, എന്തൊക്കെയോ കണക്ഷൻ ഉണ്ട്, കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് തീർത്തു വെക്കുക, അല്ലെങ്കിൽ അതൊരു കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്ക് ആണ്. അത് ഈ പേഴ്സൺ ഇപ്പൊ ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യം നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാവും, നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ചിലപ്പോൾ ഒരു ചെറിയ പൈസയ്ക്ക് ആയിരിക്കാം ഈ പേഴ്സണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വരുമാനമായിട്ട്. അപ്പൊ അതിൽ നിന്നും തന്നെ കംപ്ലീറ്റ്ലി ഫുൾഫിൽ ആകാത്ത അവസ്ഥ, ഒരു സംതൃപ്തി കിട്ടാത്ത അവസ്ഥ, ഇതൊക്കെയാണ് നമുക്ക് ടോട്ടലി കാണാനായിട്ട് കഴിയുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ മനസ്സിലേക്ക് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒരു സ്നേഹം വന്നുകൊണ്ടിരിക്കുന്നു. കാരണം ഈ പേഴ്സന്റെ ഹൃദയം ഇത്രയും കാലം മറച്ചു വെച്ചിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു. ആ ഒരു യഥാർത്ഥ പ്രണയം പുറമേ കാണിക്കുവാനോ പ്രകടിപ്പിക്കാനോ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല ഈ പേഴ്സൺ ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പലതരത്തിലും ഈ പേഴ്സൺ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളാണെങ്കിലും കുറ്റപ്പെടുത്തുമ്പോൾ ഈ പേഴ്സൺ പലപ്പോഴും നിശബ്ദമായി നിന്നിട്ടുണ്ട്, മിണ്ടാതെ നിന്നിട്ടുണ്ട്. കാരണം ഈ വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം ഇല്ലാത്തത് കൊണ്ട് തന്നെ. അപ്പോ ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ ഹൃദയം തുറക്കുന്നുണ്ട്. റൊമാൻറ്റിക് ലൈഫ്, അതായത് റൊമാൻസ് ആയിട്ടുള്ള ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം ഈ വ്യക്തി കൊടുക്കുന്നു. കാരണം സാമ്പത്തികപരമായിട്ടും മറ്റു പല കാര്യങ്ങളിൽ ഈ വ്യക്തി ആഗ്രഹിച്ച വിജയം ലഭിച്ചതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പും കൂടി ഇനി ഫുൾഫിൽ ചെയ്യണം, യാഥാർത്ഥ്യമാക്കണം, വിജയത്തിലേക്ക് കൊണ്ടുവരണം, ഈ റിലേഷൻഷിപ്പ് സന്തോഷമായിട്ടുള്ള രീതിയിൽ പൂർത്തീകരിക്കണം എന്നുള്ളൊരു ചിന്താഗതിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ പോലും അറിയാതെ ഈ വ്യക്തിയുടെ ഹൃദയം നിങ്ങൾക്കായി ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. നെക്സ്റ്റ് ഈ പേഴ്സണിൽ വന്നിരിക്കുന്ന വലിയൊരു മാറ്റം എന്ന് പറയുന്നത് ഇൻഡിസിഷൻ ആണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരു പേഴ്സൺ വളരെ നിഗൂഢമായിട്ട് നിൽക്കുന്നുണ്ട്. ലെഫ്റ്റും റൈറ്റും രണ്ട് വഴികളാണ് കാണിക്കുന്നത്, രണ്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഏത് വഴിയിൽ പോകും, ഏത് വഴി തുറക്കപ്പെടും, ഏത് വഴിയിലേക്ക് പോയാലായിരിക്കും പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുക, എന്ത് കാര്യമാണ് ഇപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കാര്യത്തില് കൃത്യമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ വളരെയധികം പേടിച്ചുകൊണ്ടും വിഷമത്തോടു കൂടിയും നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ് കാണിക്കുന്നത്. പക്ഷെ ഈ ഒരു എനർജി നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് റിവേഴ്സ് ആയിട്ടാണ്. കാരണം ഈ വ്യക്തി ഒരുപാട് മാറ്റങ്ങൾ ഈ വ്യക്തിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇത് നിങ്ങളിലെ പ്രാർത്ഥനയായിരിക്കാം, ഓട്ടോമാറ്റിക് മാനിഫെസ്റ്റേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ റിയൂണിയൻ സംഭവിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രാർത്ഥനയുടെ റിസൾട്ടും ആയിരിക്കാം. കാരണം ഈ പേഴ്സണെ വഴിമുട്ടിക്കുന്ന അല്ലെങ്കിൽ കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതിലൂടെ എല്ലാം തന്നെ ഈ പേഴ്സൺ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ യാതൊരു തരത്തിലും ഈ വ്യക്തിക്ക് ഒരു സംതൃപ്തി ലഭിച്ചിരുന്നില്ല എന്നാണ് കാണിക്കുന്നത്.
ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ വ്യക്തിക്ക് ഒരു കാര്യപ്രാപ്തി വന്നിരിക്കുന്നു. തുറന്ന് സംസാരിക്കുവാനും ചിന്തിക്കുവാനും എന്ത് തീരുമാനമാണ് ഇപ്പോൾ എടുക്കേണ്ടത്, ഏത് വഴിയിലൂടെയാണ് സഞ്ചരിക്കേണ്ടത്, മറ്റേ വഴിയിലൂടെ സഞ്ചരിച്ചാൽ എവിടെ ചെന്ന് അവസാനിക്കും, എവിടെ ചെന്നെത്തുവാൻ സാധിക്കും, ഏതൊക്കെയാണ് ചതിക്കുഴികൾ, ഏതൊക്കെയാണ് സത്യസന്ധമായ കാര്യങ്ങൾ എന്നിങ്ങനെയുള്ള തിരിച്ചറിവുകളാണ് ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പലതരത്തിലുള്ള ചക്രാസ് ആക്ടിവേഷനും കൂടെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലതരത്തിലുള്ള മാറ്റങ്ങൾ ഈ വ്യക്തിക്ക് ഇതാ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള മാറ്റങ്ങളിൽ ഒന്നായിരിക്കാം. അപ്പൊ പലപ്പോഴും നിങ്ങൾ പോലും ചോദിച്ചിട്ടുണ്ടാകാം ഈ പേഴ്സണോട്, നിനക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാനുള്ള ക്വാളിറ്റി പോലും, അല്ലെങ്കിൽ അറിവ് പോലും, കഴിവ് പോലും നിനക്കില്ലേ എന്നുള്ള രീതിയിൽ നിങ്ങൾ പലപ്പോഴും ഈ പേഴ്സണോട് വളരെ ദേഷ്യത്തോടു കൂടിയും ദയനീയമായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടാകാം. പക്ഷെ ഈ പേഴ്സണ് പലതരത്തില് ഉള്ള സിറ്റുവേഷൻ ഈ പേഴ്സൺ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെയധികം ആബ്സെന്റ് മൈൻഡിലൂടെയാണ് ഈ പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരുന്നത് കൊണ്ട് തന്നെ മനസ്സത്ര ശരിയല്ലായിരുന്നു, ചെയ്യുന്ന കാര്യത്തിൽ കോൺസെൻട്രേഷൻ ഇല്ലായിരുന്നു. ഓക്കെ, അപ്പോ അതുകൊണ്ട് ഈ പേഴ്സൺ പലതരത്തിലും അനുഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് കാണിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ആ അവസ്ഥകളെല്ലാം മാറി വളരെ പോസിറ്റിവിറ്റിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം, വുമൺ ഹോൾഡിംഗ് എ കോയിൻ ആണ്. കാരണം ഈ വ്യക്തി എപ്പോഴും നിങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എന്താന്ന് വെച്ചാല്, നിങ്ങൾ വളരെയധികം ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി ആയിട്ടുള്ള ആൾക്കാരാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ജോലിയും വരുമാനമൊക്കെ ഒക്കെയുള്ള ആൾക്കാരായിരിക്കാം. സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, നിങ്ങളുടേതായിട്ടുള്ള എനർജിയിൽ, കാരണം ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എനർജിയിലാണ് എനിക്ക് ഈ ഒരു കാർഡ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ സ്ത്രീ ആയിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, അപ്പൊ നിങ്ങളെ ഈ പേഴ്സൺ കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഹോൾഡിംഗ് എ കോയിൻ ആണ്, പെന്റക്കിൾസിന്റെ എനർജിയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളെ വളരെയധികം വിദ്യാഭ്യാസമുള്ളവരായിട്ടും അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് വളരെയധികം ഫിനാൻഷ്യലി വളരെയധികം ഉയർന്നു നിൽക്കുന്നവരായിട്ടൊക്കെയാണ് ഈ പേഴ്സൺ നിങ്ങളെ കണ്ടിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിജയിച്ച ആൾക്കാരായിരിക്കാം, പല മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരായിരിക്കാം, നല്ലൊരു പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തിയായിരിക്കാം. അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ എപ്പോഴും നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെയധികം അഭിമാനമാണ് മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് അന്നും അങ്ങനെ തന്നെയാണ്, ഇന്നും അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ ഒരു പടി താഴ്ചയിലായിരിക്കാം ഈ പേഴ്സൺ നിൽക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ അത്രയും വിദ്യാഭ്യാസമോ സാമ്പത്തിക സ്ഥിതിയോ ഒന്നും ചിലപ്പോൾ ഈ പേഴ്സൺ ഉണ്ടായിരിക്കില്ല. അപ്പൊ പല കാര്യങ്ങളിൽ ഈ പേഴ്സൺ കുറച്ച് താഴെയാണ് നിൽക്കുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള വിഷമം കൂടെ ഈ വ്യക്തിക്ക് അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട്. അതൊരു പക്ഷെ റിലേറ്റീവ്സിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കേൾക്കുന്ന ആൾക്കാരുടെ റിയാക്ഷനിൽ നിന്നായിരിക്കാം, സ്വന്തം ഫ്രണ്ട്സിൽ നിന്നായിരിക്കാം. പലപ്പോഴും നിങ്ങളുടെ മുന്നിൽ പോലും ഈ വ്യക്തിക്ക് വിലയില്ലാതെ ആയിട്ടുള്ള സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളെ കാണുന്നത് വളരെയധികം വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള, ഫിനാൻഷ്യലി വളരെയധികം സ്റ്റെബിലിറ്റി ആയിട്ടുള്ള, വളരെ ഭാഗ്യമായിട്ടുള്ള ആൾക്കാരായിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ കാണുന്നത്. ഇനി നമുക്ക് ഓവറോൾ എനർജി നോക്കാം. ഈ പേഴ്സണിൽ വന്നിട്ടുള്ള നോക്കുകയാണെങ്കിൽ പ്രൊട്ടസ്റ്റ് ആണ്, സ്റ്റാർട്ട് എ റെവല്യൂഷൻ ആണ്. അപ്പോൾ വലിയൊരു വിപ്ലവത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പുകളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഒരു തരത്തിലും ഈ പേഴ്സൺ കൺസിഡറേഷൻ ആഗ്രഹിക്കുന്നില്ല. വേറൊരു കാര്യത്തിലും ഈ പേഴ്സൺ ഒരു ദാക്ഷിണ്യവും വേണ്ട, ആരുടെയും സഹതാപവും വേണ്ട. ഈ പേഴ്സൺ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഈ പേഴ്സൺ എങ്ങനെയെങ്കിലും നേടിയെടുത്തേ തീരൂ. അതിന് തടസ്സമായിട്ട് നിൽക്കുന്നവർ ആരൊക്കെയാണോ അവരോട് പൊരുതിക്കൊണ്ട് തന്നെ, ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ അവരെ കീഴ്പ്പെടുത്തി ഈ പേഴ്സന്റെ ആഗ്രഹങ്ങൾ എന്താണോ അത് നേടിയെടുക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമൊക്കെ ഒട്ടും തന്നെ പ്രതികരണശേഷി ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഈ പേഴ്സൺ. അത് ചിലപ്പോൾ സ്വന്തം വീട്ടിലെ സമാധാനം ഓർത്തിട്ടായിരിക്കാം, മനസമാധാനം നഷ്ടപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ട് മറ്റുള്ളവരോട് പ്രതികരിക്കാതെയും അവരോട് തുറന്നു പറയാതെയും മറ്റുള്ളവരുടെ അടിമയായും, അല്ലെങ്കിൽ അവരുടെ കളിയാക്കലുകള് പരിഹാസം ഇതെല്ലാം നേരിട്ട് കൊണ്ട് നിശബ്ദമായിട്ട് നടന്നിരുന്ന ഒരു പേഴ്സൺ ആയിരുന്നു ഈ വ്യക്തി. പക്ഷെ നല്ല രീതിയിൽ തന്നെ ഈ വ്യക്തിക്ക് നല്ല നട്ടലുള്ള ഒരു പുരുഷനായി മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയായി മാറിയിരിക്കുന്നു എന്നുള്ള തലത്തിലേക്കാണ് ഈ പേഴ്സന്റെ എനർജി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് സ്വന്തമായിട്ടുള്ള സന്തോഷവും സമാധാനവും സംതൃപ്തിയും തന്നെയാണ്.
അതുപോലെ നിങ്ങൾക്ക് മുന്നിൽ എത്ര പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാൻ സാധിക്കുമോ അത്രയും പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാനും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു, അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് റെവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു വിപ്ലവം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ഹിസ്റ്ററിയൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, ചരിത്രത്തിൽ പലവരും വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ളത് പ്രൊട്ടസ്റ്റിലൂടെയാണ് അല്ലെ, സമരത്തിലൂടെയും വാക്ക് തർക്കത്തിലൂടെയും അങ്ങോട്ട് പ്രതികരിച്ചുകൊണ്ടാണ് എപ്പോഴും പ്രൊട്ടസ്റ്റ് തുടങ്ങിയിട്ടുള്ളത് എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ സ്വാതന്ത്ര്യമൊക്കെ നേടിയെടുത്തിട്ടുള്ളത് പല രീതിയിലും, പല സിറ്റുവേഷനിലും. പല രാജ്യങ്ങളുടെയും കാര്യം അങ്ങനെ തന്നെയാണ്. എന്ന് പറയുന്നത് പോലെ ഈ വ്യക്തിയുടേതായിട്ടുള്ള പേഴ്സണൽ പരമായിട്ടുള്ള മൗലിക അവകാശങ്ങളുണ്ട്, സ്വാതന്ത്ര്യങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ ഈ വ്യക്തിക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നു വളരെ ചെറുപ്പം മുതൽ തൊട്ട് തന്നെ. അതെല്ലാം നേടിയെടുക്കാനാണ് ഇപ്പോൾ ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പേഴ്സന്റെ ജീവിതം മറ്റുള്ളവർക്ക് തട്ടിക്കളിക്കാനുള്ള ഒരു പന്തല്ല എന്നുള്ള തിരിച്ചറിവ് ഈ വ്യക്തിയിലേക്ക് വന്നിട്ടുണ്ട്. ഇത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിശയിപ്പിക്കുന്ന പോസിറ്റീവായിട്ടുള്ള മാറ്റം തന്നെയാണ്. ആൻഡ് ഓൾസോ വില്ലെയിൻ യു ക്യാൻ ഓൾവേസ് റീറൈറ്റ് ദ സ്റ്റോറിയാണ്. അതെ, ഈ പേഴ്സൺ ഇപ്പൊ എങ്ങനത്തെ മെന്റാലിറ്റിയിലാണ് ഉള്ളത്, എങ്ങനത്തെ മനോഭാവമാണ് ഉള്ളതെന്ന് ചോദിച്ചാല്, ഈ ഒരു കഥ മാറ്റി എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഞാനൊന്ന് തീരുമാനിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ നോക്കട്ടെ, എന്നെ കൊണ്ട് സാധിക്കും, ഞാൻ എൻ്റെ ജീവിതം മാറ്റി എഴുതും, റീറൈറ്റ് ദ സ്റ്റോറി. ഈ ഒരു എനർജിയിലാണ് ഈ പേഴ്സൺ ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ പല രീതിയിലും ഈ പേഴ്സൺ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ പോണം, അല്ലെങ്കിൽ ഇന്ന ജോലി വേണം, ഇന്ന സ്ഥലത്തേക്ക് പോകണം, ഇന്ന സ്ഥലത്ത് പോയി സെറ്റിൽഡ് ആകണം, അല്ലെങ്കിൽ നിങ്ങളെ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ നിങ്ങളെ കൂടെ ചേർക്കണം, അല്ലെങ്കിൽ കൂടെ ആക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വരണം. ഇതൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ, ഈ പേഴ്സന്റെ ലൈഫിലേക്ക് നിങ്ങളെയും കൂടി ക്ഷണിക്കണം. ഇതൊക്കെ തന്നെയായിരുന്നു ഈ പേഴ്സന്റെ ആഗ്രഹം. പക്ഷെ അവിടെ പലതരത്തിലുള്ള വിശ്വാസങ്ങള്, ചട്ടങ്ങള്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, മറ്റുള്ളവരുടെ ഡിമാൻഡ്, ഇതിലൊക്കെ ആയിരുന്നു ഈ പേഴ്സന്റെ ജീവിതം പാഴായി പോയിരുന്നത്. അപ്പൊ ഇത്രയും കാലം സമയം വേസ്റ്റ് ആക്കിയതുപോലെ ഇനി വേസ്റ്റ് ആക്കുവാൻ ഈ പേഴ്സൺ തയ്യാറല്ല. ഈ പേഴ്സന്റെ ജീവിതം എഴുതിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ തീരുമാനിക്കുന്നത് മറ്റുള്ളവരാണ് എന്നുള്ള തെറ്റിദ്ധാരണ ഈ പേഴ്സൺ ഉണ്ടായിരുന്നു. ഇനി അതില്ല. കാരണം ഈ പേഴ്സന്റെ ലൈഫ് എങ്ങനെ പോകണം എന്ന് തീരുമാനിക്കുന്നത് ഈ പേഴ്സൺ തന്നെയാണ് എന്നുള്ള തിരിച്ചറിവാണ്. ആൻഡ് ഓൾസോ നമുക്ക് സ്പിരിച്വൽ പരമായിട്ട് ഈ വ്യക്തിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്താണ് എന്നുള്ളത് നോക്കാം. ബ്രൈറ്റ് ഹേർട്ട് ലൈറ്റ് ആണ്, ഓപ്പൺ കണക്ഷൻ ആണ്. ഇപ്പോഴാണ് ഈ പേഴ്സൺ ഹൃദയം തുറന്ന് ഓരോ കാര്യങ്ങളെയും മനസ്സിലാക്കുന്നതും അംഗീകരിക്കുന്നതും സ്നേഹിക്കുന്നതും. അതിപ്പോ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യം പറയുകയാണെങ്കിലും, നിങ്ങളുടെ കാര്യം പറയുകയാണെങ്കിലും, ഈ പേഴ്സന്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും, ഈ പേഴ്സന്റെ സ്വന്തം ഇഷ്ടം, സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഇതിലേക്കെല്ലാം തന്നെ ഈ വ്യക്തിയുടെ ഹൃദയം തുറന്നുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യത്തെ എല്ലാത്തിനെയും നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. കാരണം ഇത്രയും കാലം ഈ പേഴ്സൺ ബുദ്ധിയിലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. അതായത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരുപാട് വിശ്വാസങ്ങൾ, മറ്റുള്ളവർ പറയുന്നത് കേൾക്കണം, മറ്റുള്ളവർ പറയുന്നതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങത്തില്ല, അവർ പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിൽ, ശരി വെച്ച് കൊടുക്കുന്ന രീതിയിലാണ് ഈ പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ബുദ്ധിപരമായിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈഫായിരുന്നു ഈ വ്യക്തിയുടേത്. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തിക്ക് വന്നിരിക്കുന്ന സ്പിരിച്വൽ പരമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ആത്മീയപരമായിട്ട് ഉയർന്നിരിക്കുന്നു. അതുപോലെ ഹൃദയം കൊണ്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഓരോ കാര്യവും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ ഇഷ്ടം വരും, ഇഷ്ടമില്ലായ്മ വരും. അപ്പോൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മാറ്റി നിർത്തുന്നു, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചേർത്ത് പിടിക്കാൻ, എന്ത് വില കൊടുത്തും ചേർത്ത് പിടിക്കാൻ ഈ പേഴ്സൺ തയ്യാറാകുന്നു. ഓപ്പൺ കണക്ഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ അമിതമായിട്ടുള്ള പേടി, പ്രൈവസി ഇല്ലായ്ക, സ്വാതന്ത്ര്യമില്ലായ്ക, ഇതെല്ലാം തന്നെ ഈ പേഴ്സൺ എടുത്തു മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ടെലിപ്പതി കണക്ഷൻ ആണ്, ട്രാൻസ്മിഷൻ, പെർസെപ്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് തന്നെ സ്വതന്ത്രമായിട്ടൊന്ന് സംസാരിക്കാൻ പോലും പറ്റിയിട്ടില്ലായിരിക്കാം. ചിലപ്പോൾ അത്രയും ഒരു അവസ്ഥയായിരിക്കാം, ഭീകരാന്തരീക്ഷമായിരിക്കാം ഈ പേഴ്സന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഹൈഡ് ചെയ്ത് വെക്കേണ്ടിയാണ് വന്നിട്ടുള്ളത്, അതായത് ഒളിപ്പിച്ച് വെക്കേണ്ടതാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്കിടയിൽ നേരിട്ട് സംസാരം നടന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിൽ ഇപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ടെലിപ്പതിക്കൽ കണക്ഷൻ ആണ്. ഇപ്പൊ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പേഴ്സന്റെ ഫോൺ കോള് പെട്ടെന്ന് വരിക,
അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോൺ കോളോ മെസ്സേജോ ഈ പേഴ്സന്റെ അടുത്തേക്ക് വരാം. ഇത്തരം സിറ്റുവേഷൻസ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പൊ വളരെയധികം സ്പിരിച്വൽ പരമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അത് വളരെ പോസിറ്റീവാണ്. അറ്റ് ദ സെയിം ടൈം ഇത് നിങ്ങൾ കുറെ നാളുകളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മാറ്റവും കൂടിയാണ് ഈ പേഴ്സണിൽ വരാൻ പോകുന്നത്. അതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്. യു ഹോൾഡ് മീ ലൈക്ക് യു നെവർ വാണ്ട് മീ ടു ഗോ. അതായത് ഈ പേഴ്സൺ ഒരിക്കലും വേറൊന്നിലേക്ക് പോകരുത്. അതുപോലെയാണ് നിങ്ങൾ ഈ പേഴ്സണെ കൈയോട് ചേർത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് ഈ പേഴ്സൺ പറയുന്നത്. യെസ്, നിങ്ങൾ ഈ പേഴ്സന്റെ മുടിയിലൊക്കെ തലോടുന്നത് വളരെയധികം ഇഷ്ടമാണെന്ന് പറയുന്നു. നിങ്ങളുടെ കണ്ണുകളിലെ തിളക്കം ഈ വ്യക്തിക്ക് വളരെയധികം ഇഷ്ടമാണ്. നിങ്ങളുടെ കണ്ണുകൾക്ക് എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടാകാം. യെസ്, മറ്റുള്ളവർ ഈ പേഴ്സൺ എങ്ങനെയാണോ കാണുന്നത് അതൊന്നും നിങ്ങൾക്കൊരു വിഷയമല്ല. പക്ഷെ നിങ്ങൾ ഈ പേഴ്സൺ എപ്പോഴും വളരെ സ്പെഷ്യൽ ആയിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് കാണുന്നത്. യു ഓൾവേസ് ടേക്ക് ദ പെയിൻ അവേ. അതെ, ഈ പേഴ്സന്റെ മനസ്സിലുള്ള വിഷമങ്ങൾ എടുത്തു കളയാനുള്ള പ്രത്യേക കഴിവ് നിങ്ങൾക്കുണ്ട് എന്ന് പറയുന്നു. അതുപോലെ നിങ്ങൾ ഈ പേഴ്സണെ വിളിക്കുന്ന ക്യൂട്ടായിട്ടുള്ള ചെല്ല പേരുകളൊക്കെ ഈ പേഴ്സണ് വളരെയധികം ഇഷ്ടമാണ്. ഈ പേഴ്സൺ എന്ത് പറഞ്ഞാലും നിങ്ങൾ ഒരു മടിയും കൂടാതെ അത് ചെയ്തു കൊടുക്കും എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ഈ പേഴ്സൺ എന്ത് ചെറിയ തമാശ പറഞ്ഞാലും ചിലപ്പോൾ അത് തമാശ ആയിരിക്കില്ല, പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ അത് ചിരിച്ചുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അത് എൻജോയ് ചെയ്യുകയും ചെയ്യും എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ റീഡിംഗ് ഉറപ്പായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പോസിറ്റീവായിട്ട് പറയുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. പിന്നെ ഡിസ്കൗണ്ട് അവസാനിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത ഏതെങ്കിലും ഒരു മാസത്തിൽ ഡിസ്കൗണ്ട് ഇടാം. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കുക. സോ ബൈ.